എല്ലാവർക്കും നമസ്കാരം. നിലമർമരങ്ങളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഫിലിം റിവ്യൂ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഫിലിം റിവ്യൂ എങ്ങനെ നടത്തേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു ഫിലിമിനെക്കുറിച്ച് നിങ്ങളുമായിട്ട് എൻ്റെ അഭിപ്രായം പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. ആ ഫിലിം നല്ലൊരു ഫിലിമാണ്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഞാൻ ലുലു മാളിൽ പോയി കണ്ടതാണ്. അപ്പോൾ വന്ന ഉടൻ തന്നെ അതിൻ്റെ റിവ്യൂ നടത്തി നിലമർമരങ്ങൾ ഇടണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ റിവ്യൂ ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ആശകൾ ആയിരം എന്നൊരു ഫിലിം വളരെ നല്ലൊരു ഫിലിമാണ്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ മലയാള സിനിമ അതിൻ്റെ പഴയ ട്രാക്കിലേക്ക് വീണിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പഴയ നല്ലൊരു സുവർണ്ണ കാലഘട്ടത്തിൽ ഒരു മലയാള സിനിമ എങ്ങനെയായിരുന്നു അത് ആ ട്രാക്കിലേക്ക് ഈ ഫിലിം നമ്മളെ എത്തിച്ചിരിക്കുന്നു. അതിമനോഹരമായ സിനിമ. നമ്മുടെ ജയറാമിനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതിഗംഭീരമായിട്ട് ജയറാം അഭിനയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കട്ടയ്ക്ക് ജയറാമിൻ്റെ മകൻ കാളിദാസും അതുപോലെ വളരെ മിതത്വത്തോടുകൂടി അഭിനയം കാഴ്ചവെച്ചിരിക്കുകയാണ് ആശ ശരത്ത്. ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ഷറഫുദ്ദീനും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സ്ക്രിപ്റ്റിങ്, നല്ല സംവിധാനം. എനിക്ക് അത്രയും പറയാനേ എനിക്കറിയുള്ളൂ. കൂടുതൽ എൻ്റെ ക്യാമറ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാൻ എനിക്കറിയില്ല. നിങ്ങൾ ഈ സിനിമ പോയി കാണണം. ഇത്തരം സിനിമകൾ വിജയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കുടുംബസമേതം ഈ സിനിമ പോയി കാണണമെന്നാണ് എനിക്ക് പറയണത്. അതുപോലെ തന്നെ ഈ പോസ്റ്റ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ജനങ്ങൾ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് വരട്ടെ. അങ്ങനെ ഈ സിനിമ വിജയിക്കണം. ഈ സിനിമ വിജയിക്കേണ്ടത് മലയാള സിനിമയുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾ ഈ സിനിമ കാണണം. എൻ്റെ കണ്ണുകളെ ഈർന്നടിച്ച സിനിമ എന്ന് മാത്രമേ എനിക്ക് വീണ്ടും ഒരു സെൻറ്റൻസിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതിമനോഹരമായ സിനിമ കാണുക, വിലയിരുത്തുക. നന്ദി, നമസ്കാരം.